ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോണിസോനപ്പോസ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ കാര്യം ശേഷം ഗൈസ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അറിയാം മടി തന്നെയാണ്. നമ്മൾ കുറേ വീഡിയോ എഡിറ്റ് ചെയ്യും, പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാഞ്ഞത്. ഓക്കെ, അതൊക്കെ മാറ്റിക്കാം. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഗോവയിലോട്ട് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ ഞങ്ങൾ മഡ്ഗോവൻ സ്റ്റേഷൻ വരെ എത്തുന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കഴിച്ചു, അങ്ങനെയുള്ളൊരു ട്രെയിനിലുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അങ്ങനെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിൽ പോകുന്നതിന് മുമ്പും ആരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ഉണ്ടെങ്കിൽ ആരും മറക്കരുത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്മളിങ്ങനെ പാക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ എടുക്കുന്ന ബാഗ്. നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ്. പിന്നെ ദിയയുടെ ടോപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം അത് പിന്നെ ഇത് വന്നിട്ട് ബാഗാണ്. ഇത് എടുക്കുമെന്ന് അറിയില്ല, എന്തെങ്കിലും വെക്കാനുണ്ടെങ്കിൽ വെക്കും. പിന്നെ ഇത് വന്നിട്ട് ഇതെന്താ ജീൻസും പിന്നെ കുറച്ച് ടോപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇത് ദിയയുടെ പാൻറ്റ്, എൻ്റെ ഡ്രസ്സ് ഉണ്ട്. പിന്നെ അവിടെ ദിയയുടെ എൻ്റെ എല്ലാവരുടെയും ഉണ്ട്. അപ്പോൾ പിന്നെ അത് ഇവിടെ നമുക്ക് വീട്ടിലിടാനില്ല. നമുക്കിപ്പോൾ ലൈക്ക് ബീച്ചിലൊക്കെ ഇറങ്ങുവാണെങ്കിൽ തന്നെ ഇടാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ഇത് വന്നിട്ട് നമുക്ക് നോർമലായിട്ട് വീട്ടിലിടുന്ന പോലത്തെ ഉടുപ്പുകളാണ് കേട്ടോ മൊത്തം ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ എല്ലാം പാക്ക് ചെയ്തേനു. ഇനിയൊന്നും വരാനില്ല, ഇനി എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് വന്നാലേ ഉള്ളൂ. ബാക്കിയെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ മേക്കപ്പിന് നമ്മളൊന്നും എടുത്തു വെച്ചിട്ടില്ല കേട്ടോ. എടുക്കാറിയാണെന്നുണ്ടെങ്കിൽ ചാർജേഴ്സ്, ഫോൺ, ഹെഡ്സെറ്റ്, മേക്കപ്പിനൊന്നും ഇതുവരെ എടുത്തു വെച്ചിട്ടില്ല. കാരണം നാളെ രാവിലേക്ക് നമുക്ക് ഇപ്പം പോണേക്ക് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് റെഡി ആവണമെങ്കിൽ കൂടി ക്യാമറ ഓക്കെ അതിനകത്ത് അങ്ങനെ ഒന്നും ഇല്ല. ചാർജർ മാത്രമൊന്നും വെച്ചിട്ടുള്ളൂ. ഇനിയും വെക്കാനുണ്ടാവും. പിന്നെ മേക്കപ്പിൻ്റെ കൂടെ വെക്കാനുണ്ട് കേട്ടോ. അത് തന്നെ ഒരു ബാഗ് മൊത്തം വേണ്ടി വരും. വലിയ അതൊന്നും എടുക്കുന്നില്ല, അന്ന് കുറച്ച് എടുക്കുന്നുണ്ട്. കാരണം സൺസ്ക്രീൻ മസ്റ്റാണ്, കാരണം ഗോവയാണ്, നല്ല വെയിലുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ അല്ലേ. അപ്പം ഞങ്ങൾ കുറേ ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നൊരു ട്രിപ്പാണ് ഗോവ ട്രിപ്പ് എന്ന് പറയുന്നത്. ലെങ്ത് അനുസരിച്ചിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചെടികളൊക്കെ നമ്മൾ ഇവിടെ കുറച്ചൊക്കെ ഇവിടെ അങ്ങനെ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടെണ്ണം എടുത്തിട്ട് അകത്തും വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാഗൊക്കെ വന്നിട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ഗേറ്റ് ലോക്കാനായിട്ടാണിത്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ആ ഒരു ബാഗും കൂടി ഉണ്ട് കേട്ടോ. ഈ രണ്ട് ചെടി ശരിക്കും പുറത്താണ് ഇരുന്ന് വെച്ചത്. അപ്പോൾ ഇതെടുത്തിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വെച്ചതാണ് കേട്ടോ. കാരണം പോപ്പിന് അയച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ പിന്നെ പോപ്പിനെ അയച്ചു വിട്ട് പോകുമ്പോഴേക്കും അവളവിടെയൊക്കെ ചിലപ്പോൾ കടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അകത്തേക്ക് വെച്ചത് കേട്ടോ. പോപ്പിനെ അയച്ചിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ പോപ്പിനെ അയച്ചു വിട്ടിട്ട് ഇവിടെ ലോക്ക് ചെയ്യും ഗേറ്റ് കേട്ടോ. ഓക്കെ, പോകുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ കാറിനാണ് പോകുന്നത്. ഞങ്ങൾ കാറ് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെക്കും കേട്ടോ. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ കാർ വെക്കും. എന്നിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ നമ്മുടെ ട്രെയിനിൽ പോകുന്നത്, അല്ലെ ഗോവയ്ക്കും. നമ്മൾ പോകുന്ന ട്രെയിനിൻ്റെ പേര് മംഗള എക്സ്പ്രസ് എന്നാണ് കേട്ടോ. അപ്പോൾ 1:30ക്കാണ് നമുക്ക് ട്രെയിൻ മനസ്സിലായി. ഞങ്ങൾ ഒരു 12:15 തന്നെ ഒരു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എറണാകുളം സൗത്ത് സ്റ്റേഷൻ. അപ്പോൾ ഞാനും അമ്മയും അച്ഛമ്മയൊക്കെ ഒന്ന് നടക്കുകയാണ്. അച്ഛൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോയി. കുറേ ട്രെയിൻ ഉണ്ട്. എല്ലാവരുടേതും ഒരു ബാഗ് വെച്ചിട്ടുണ്ടല്ലേ, വാച്ച് പോയി. എന്താ ട്രെയിൻ അപ്പുറത്താണ്. മമ്മി ഇപ്പൊ വിടുന്നത് പ്ലാറ്റ്ഫോം 3 അങ്ങാണ്ടാന്ന് തോന്നുന്നു. നമ്മൾ പ്ലാറ്റ്ഫോം 6 വന്നിരുന്നത് കേട്ടോ. വെറുതെ ഇരുന്നതാണ് വണ്ടി പാർക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് വെറുതെ ഇരുന്നേ ഉള്ളൂ. നമുക്ക് ഇനി ആ ഒരു സ്റ്റെപ്പ് ഇറങ്ങി പോകണം അല്ലേ. ഞങ്ങളങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പ്ലാറ്റ്ഫോം 3 വന്നപ്പോഴേക്കും ഞങ്ങൾ ട്രെയിൻ ഓൾറെഡി വന്നിട്ടുണ്ടെന്നല്ല, അവിടെ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ട്രെയിനിലോട്ട് കയറുകയാണ് കേട്ടോ. ഇപ്പം AC നമുക്ക് ബസ് കൊടുക്കാത്ത ചൂടുമാണ് ഗൈസ്. കണ്ടോ, നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അവിടെ ആ പ്ലാറ്റ്ഫോമിൽ ഇരുന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. നമ്മൾ കയറിയത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ. ഇപ്പം എത്ര മണിയായി? ഇപ്പോൾ ടൈം വന്നിട്ട് 12:40 ആയിട്ടുള്ളൂ കേട്ടോ. 1:25 വണ്ടി എടുക്കുന്നത് ഗൈസ്. ഓക്കെ,
അങ്ങനെ ഞങ്ങളങ്ങനെ പുറപ്പെട്ടു ഗൈസ്. അപ്പോൾ ആ ഒരു ബ്ലൂ കളർ ഇത് കണ്ടില്ല, അതാട്ടോ അച്ഛൻ വർക്ക് ചെയ്യുന്ന ഓഫീസ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ്, ഞങ്ങളങ്ങനെ കുറേ കാലമായിട്ട് നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ഗോവ ട്രിപ്പ്. ഞങ്ങളെന്തോ ജാനുവരി തൊട്ടേ എന്തോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറേ അടിപൊളി കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കും, അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം കയറിയപ്പോൾ ഞങ്ങളുടെ സീറ്റിൽ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് തൃശ്ശൂരൊക്കെ ആയപ്പോഴാണ് കേട്ടോ അവിടെ നിന്നൊക്കെ ആൾക്കാർ കയറാൻ തുടങ്ങിയത്. എന്നാലും ഞങ്ങൾ കയറിയ സ്റ്റേഷനിൽ തന്നെ കുറേ മലയാളീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഗോവയ്ക്ക് തന്നെ പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങളങ്ങനെ പോവുകയാണ് കേട്ടോ. അങ്ങനെ 2 മണി 2:30 അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറേയൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് കഴിഞ്ഞിട്ടാണ് തൃശ്ശൂരൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വന്നിട്ട്. അങ്ങനെ ഇപ്പോഴത്തേക്ക് വേറൊരു ട്രെയിൻ പോകുന്നുണ്ടോ, അപ്പോൾ എന്ത് കണ്ടാലും ഞാനപ്പോൾ വീഡിയോ എടുക്കുന്നുള്ളതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ട്രെയിനിലായിട്ട് വലുതായിട്ടൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അധികം വീഡിയോ ഒന്നും ഇല്ല, ചെറിയൊരു വീഡിയോ ആട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ ഒരു 5:15 ആയപ്പോൾ ഞങ്ങളങ്ങനെ ചായ കുടിച്ച് ഞങ്ങളെല്ലാവരും കുടിച്ചില്ല കേട്ടോ. ഞാനും അമ്മമ്മയും അച്ഛനും മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, ദീ അമ്മയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പോപ്കോണും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചായ കുടിക്കുന്ന സമയത്തായപ്പോഴേക്കും ട്രെയിൻ എവിടെയും നിർത്തിയിട്ടാണ്, സ്റ്റേഷൻ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു 8 മണിയൊക്കെ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരത്തെ തന്നെ കഴിച്ചത്, കാരണം ട്രെയിനിലല്ലേ. നമ്മളിങ്ങനെ കിടക്കാൻ പോവുകയാണ്. ദിയ ഹലോ, അപ്പോൾ ദിയ പോയിച്ച് കിടക്കാം കേട്ടോ. ഗസ് അപ്പോൾ ഇവിടെ അച്ഛൻ കിടക്കും, ഇവിടെ ഞാൻ കിടക്കും. ഒരേൻ്റെ ഇവൻ്റെ മേളിൽ അമ്മ കിടക്കും, പിന്നെ ഇതിൻ്റെ അടിയിൽ ഇവിടെ ദിയ കിടക്കും, എൻ്റെ അടിയിൽ ദിയ കിടക്കും കേട്ടോ. അച്ഛൻ്റെ അടിയിൽ അമ്മ കിടക്കും. പിന്നെ അമ്മയുടെ അടിയിൽ ഒരു നമുക്കിവിടെ ബെഡ് ഇവിടെ വേറൊരു ചേച്ചിയും കൂടെ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ആ ചേച്ചി കിടക്കും കേട്ടോ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഏറ്റവും ഇവിടെ ആയിട്ട് അച്ഛമ്മയും കിടക്കും. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ കിടക്കുന്നത് ഗൈസ്. അങ്ങനെ വെളുപ്പിന് 2:45 ആയപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും എണീറ്റിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തന്നെയല്ല, മഡ്ഗോവൺ സ്റ്റേഷനിൽ കുറേ പേര് ഇറങ്ങുന്നുണ്ടായിരുന്നല്ലോ. അപ്പം അവിടെ ഇവിടേക്കിടെ അലാറം കേൾക്കുന്നുണ്ടായിരുന്നു. അത് കേട്ട് ഞങ്ങളെല്ലാവരും എണീറ്റിട്ടോ. അങ്ങനെ അച്ഛനും അമ്മമ്മയും എല്ലാവരും എണീറ്റും. ദിയ അടിക്കിടന്ന് എണീറ്റിട്ടുണ്ട് കേട്ടോ. എല്ലാവരും എന്തോ 3:30 ആയപ്പോൾ കണ്ട് നമ്മളവിടെ എത്താറായിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ എത്താറായിട്ടുണ്ട്. ഇപ്പോൾ ടൈമിന് 3:21 3:22 നമ്മൾ ഗോവയിൽ എത്തും കേട്ടോ. ഓക്കെ, അപ്പം ഇപ്പോൾ വെളുപ്പിനാണ്, ഇത് നമുക്കൊന്നും കാണാൻ പറ്റില്ല കാരണം ഇരുട്ടായിട്ടിരിക്കുകയാണ്. സ്റ്റോപ്പ് എത്താറായിട്ട് നമ്മൾ അവിടെ ഇറങ്ങുന്നവരെ നമ്മൾ ഈ വീഡിയോ കാണിക്കും, ബാക്കി വേറെ വീഡിയോയിലായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇറങ്ങിയിട്ട് ഔട്ട്രോ ഇറങ്ങിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ഇറങ്ങിയിട്ട് കാണാം കേട്ടോ. ടാറ്റാ. അപ്പോൾ ഞങ്ങളങ്ങനെ മഡ്ഗോവൻ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റെപ്പ് കയറിയിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടാണ് നമ്മുടെ റൂം വരുന്നത് കേട്ടോ. അതൊക്കെ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. ഇവിടം വരെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി ഗോവയിലുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണാം. അതുവരെയും താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ. ബൈ ബൈ.